പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് എൻ.ഐ.എ. പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്ന് സവാദിന്റെ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കും. ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സമയം തേടി. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിദേശത്ത് പോയിരുന്നോ എന്ന് അന്വേഷണം. പത്മകുമാറിന്റെ ഭാര്യയുടെ ആസ്തിയും പരിശോധിക്കുന്നു. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിപിഒയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ എസ്ഐക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ ബൈജുവിനെ സസ്പെൻഡ് ചെയ്തു. ബൈജുവിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ചികിത്സയിലിരിക്കെ വീട്ടമ്മ മരിച്ചതിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി കുടുംബം. ഒരാഴ്ചക്കിടെ 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ആങ്ങമൂഴി കലപ്പമണ്ണിൽ മായയാണ് മരിച്ചത്. അടിയന്തര ഘട്ടത്തിലാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ബുധനാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിയുന്നു. 2261 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 98,451 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാളെ വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട്. അൽ ഖ്വയ്ദയോടും IS-ഉമായും ഉമർ ചർച്ച നടത്തി. ഖാസിഗുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ചർച്ച നടന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കർണാടകയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിലെ ഉൾപാർട്ടി പോര് ആയുധമാക്കി BJP. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ശീതയുദ്ധം കാരണം ഭരണം നിശ്ചലമെന്നാണ് BJPയുടെ ആരോപണം. ആരാണ് മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക്. ചണ്ഡീഗഡിന്റെ ഭരണ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിൽ വിവാദം. ചണ്ഡീഗഡിന്റെ ഭരണത്തിന് ലഫ്റ്റനന്റ് ഗവർണറെ ചുമതലപ്പെടുത്തി നേരിട്ട് നിയന്ത്രിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. തീരുമാനത്തെ ചോദ്യം ചെയ്ത് പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതികളിൽ തുടർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ. യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ സമാന്തര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള നീക്കങ്ങളിലാണ് യുക്രൈൻ. സമാധാന കരാർ അംഗീകരിക്കാൻ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ UK, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് യുക്രൈന്റെ നീക്കങ്ങൾ.